ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് എഡ്വാർഡ് സെഡ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഓറിയൻ്റ് ആണ്. അപ്പോൾ എഡ്വാർഡ് സെഡ് ആരാണെന്ന് വെച്ചാൽ പലസ്തീനിയൻ അമേരിക്കൻ അക്കാഡമിക്കാണ്, പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റാണ്, ലിറ്റററി ക്രിറ്റിക്കാണ്. ഓക്കെ, ഹി എക്സ്പ്ലോർ ഹൗ ദ വെസ്റ്റ് കൺസ്ട്രക്ട് ദ നോൺ യൂറോപ്യൻ കൾച്ചർ ത്രൂ ദ ഡിസ്കേഴ്സീവ് പ്രാക്ടീസ് ആൻഡ് ഇൻ യൂറോപ്യൻ ടെക്സ്റ്റ്. അദ്ദേഹം എന്ത് ചെയ്യാണ്, എങ്ങനെ വെസ്റ്റ് കൺസ്ട്രക്റ്റ് ചെയ്തു ഒരു നോൺ യൂറോപ്യൻ കൾച്ചറിനെ അവരുടെ പ്രാക്ടീസിലൂടെ, അതായത് അവരുടെ യൂറോപ്യൻ ടെക്സ്റ്റിലൂടെ എങ്ങനെ വെസ്റ്റ് നോൺ വെസ്റ്റിനെ അല്ലെങ്കിൽ നോൺ യൂറോപ്യൻ കൾച്ചറിനെ പ്രസൻറ്റ് ചെയ്തു എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പഠിച്ചത്. He analyzes how archaeology, ethnography, political theory, literary history, among others, are used by the West to talk about the East in particular manner. ഈസ്റ്റിൻ്റെ ആർക്കിയോളജി ആവട്ടെ, എത്തനോഗ്രഫി ആവട്ടെ, പൊളിറ്റിക്കൽ തിയറി ആവട്ടെ, അവരുടെ ലിറ്റററി ഹിസ്റ്ററി ആകട്ടെ, ഇതൊക്കെ എങ്ങനെ വെസ്റ്റ് യൂസ് ചെയ്തു, എന്തിനു വേണ്ടി, ഈസ്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി. The representation of East in the form of a documentary evidence and archives is crucial to preserve domination and maintain power. അതായത് വെസ്റ്റേൺസിനെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റിനെ കുറിച്ചുള്ള ഇതുപോലെ റെപ്രസെൻറ്റേഷൻ അല്ലേ, ഇതുപോലെയുള്ള ഡോക്യുമെൻ്ററി എവിഡൻസ്, ഇതൊക്കെ ക്രൂഷ്യലാണ്. എന്തിനു വേണ്ടി, ടു പ്രിസേർവ് ദെയർ ഡോമിനേഷനാണ്, അവരുടെ ഡോമിനേഷൻ നിലനിർത്താൻ വേണ്ടിയും, മെയിൻറ്റെയിൻ പവർ അല്ലേ, അവരുടെ പവർ ഉറപ്പിക്കാൻ വേണ്ടിയും ഇറ്റ് ഈസ് ക്രൂഷ്യൽ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെയോ ദ യൂറോപ്യൻസ് ആർ ആബിൾ ടു സസ്റ്റെയിൻ കൺട്രോൾ ഓവർ ദ ഈസ്റ്റ് ആണ്. യൂറോപ്യൻസ് എന്ത് ചെയ്യാണ്, അവരുടെ കൺട്രോൾ ഈസ്റ്റിൻ്റെ മേലെ സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആൻഡ് കൺസോൾഡേറ്റ് മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ പവർ ഓവർ ദ നാറ്റീവ്സ് ത്രൂ സച്ച് ഡിസ്കോഴ്സ്. അതായത് ഈസ്റ്റേണിനെ, അതായത് ഓറിയൻറ്റിനെ അങ്ങനെ അവർ മോശമായി പിക്ചറൈസ് ചെയ്തുകൊണ്ട് അതിലൂടെ അവരുടെ കൺട്രോള് നിലനിർത്താൻ വേണ്ടിയും അവരുടെ മിലിറ്ററി പവർ കൺസോളിഡേറ്റ് ചെയ്യാനും അവരുടെ പൊളിറ്റിക്കൽ പവർ, നാറ്റീവ് പീപ്പിളിൻ്റെ മേലെയുള്ള പൊളിറ്റിക്കൽ പവർ ഉറപ്പിക്കാനും വേണ്ടിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഇതുപോലെയുള്ള ഒരു ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു ലാംഗ്വേജ് അവരുടെ ലിറ്ററേച്ചറിലൂടെയൊക്കെ അവർ കൊണ്ടുവരുന്നത്. സെഡ് എക്സ്പോസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഓറിയൻറ്റ് ഇൻ ഹിസ് ഓറിയൻ്റലിസം. അദ്ദേഹത്തിൻ്റെ ഓറിയൻ്റലിസം എന്ന ടെക്സ്റ്റ് ദാറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1978. അതിൽ അവരെന്ത് ചെയ്യാണ്, എക്സ്പോസ് ചെയ്യാണ് ഓറിയൻറ്റിനെ ആസ് ബാർബറിക്, പാഗൻ ആൻഡ് അൺഡെവലപ്ഡ് ഇൻ കോൺട്രാസ്റ്റ് ടു ദ യൂറോപ്യൻ ദാറ്റ് ഈസ് ഓക്സിഡൻറ്റ്. അതായത് ഓറിയൻറ്റിനെ പ്രസൻറ്റ് ചെയ്യുന്നത് തൻ്റെ ഓറിയൻ്റലിസം എന്ന വർക്കിൽ ആര് പറയാണ്, സെഡ് പറയാണ്, ഒരു ബാർബറിക് ആയിട്ടുള്ള, പാഗൺ ആയിട്ടുള്ള, അൺഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിക്കൊണ്ടാണ്. ഇൻ കോൺട്രാസ്റ്റ് ടു ദ യൂറോപ്പ് ദാറ്റ് ഈസ് ഓക്സിഡൻറ്റ്. യൂറോപ്പിന് എന്തറിയപ്പെടുന്നു, ഓക്സിഡൻറ്റ്, ഈസ്റ്റിന് ഓറിയൻറ്റ്. അങ്ങനെയുള്ള ഒരു പിക്ചറൈസ് ചെയ്യാണ് ആരെ, ഓറിയൻറ്റിനെ. This construction legitimates the European right to govern and aid the weak and poor. അതായത് അവർ കൺസ്ട്രക്റ്റ് ചെയ്ത ഈ ഒരു കാര്യം അവർക്ക് ലെജിറ്റിമൈസ് ചെയ്യാണ്, അവർക്ക് ലീഗലി അപ്രൂവ്ഡ് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി, യൂറോപ്യൻസിന്. ദ റൈറ്റ് ടു ഗവേൺ ദ ഈസ്റ്റ് ആൻഡ് ടു റൈറ്റ് ടു എയ്ഡ് ദം ആസ് പുവർ ആൻഡ് വീക്ക്. അവർ കഴിവില്ലാത്തവരാണ്, പാവപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരെ ഗൈഡ് ചെയ്യാനുള്ള അവസരം, അവരെ കൺട്രോൾ ചെയ്യാനുള്ള അവസരം ആർക്ക് കൊടുക്കുന്നു, ഓക്സിഡൻറ്റിന് കൊടുക്കുകയാണ്. ആരുടെ മേൽ, ഓറിയൻറ്റിൻ്റെ മേൽ. ഇറ്റ് ഈസ് ദ ടാസ്ക് ഓഫ് ദ യൂറോപ്യൻ ടു എയ്ഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദീസ് ബാക്ക്വേർഡ് സെക്ഷൻ. അവർ പിക്ചറൈസ് ചെയ്യുന്നത് യൂറോപ്യൻ്റെ ഡ്യൂട്ടിയാണിത്. എന്തിനു വേണ്ടി, ബാക്ക്വേർഡ് സെക്ഷനെ എന്ത് ചെയ്യൽ, ഗൈഡ് ചെയ്യുക, എയ്ഡ് ചെയ്യുക. റിലീജിയൻ ആൻഡ് റിലീജിയസ് ടെക്സ്റ്റ് ആർ വെസ്റ്റേൺ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ഹിഡൻ ആസ്പെക്ട്സ് ഓഫ് ദ നാറ്റീവ് കൾച്ചർ. നാറ്റീവ് കൾച്ചറിൽ വരുന്ന എല്ലാ റിലീജിയസ് ടെക്സ്റ്റുകളാകട്ടെ, റിലീജിയൻ ആകട്ടെ, അതൊക്കെ വെസ്റ്റേണിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ മാത്രമാണെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ എഡ്വാർഡ് സെഡ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ മിസ്കൺസെപ്ഷൻ ആൻഡ് ഐഡിയാസ് ആർ ഫോംഡ് ടു റിഫ്ലക്ട് ദ പൊളിറ്റിക്കൽ ഐഡിയോളജി ഓഫ് ദ യൂറോപ്പ്. അതിൽ ഒരുപാട് മിസ്കൺസെപ്ഷനും ഐഡിയാസൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി, അവരുടെ പൊളിറ്റിക്കൽ ഐഡിയക്ക് വേണ്ടി. യൂറോപ്പ് ആൻഡ് ഓറിയൻസ് ആർ കൺസ്ട്രക്റ്റഡ് ബൈ ബൈനറി ഓപ്പോസിറ്റ്. അതിൽ യൂറോപ്പിനെയും ഓറിയൻറ്റിനെയും ബൈനറി ഓപ്പോസിറ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ഓറിയൻ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആസ്പെക്ട്സ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ എഡ്വാർഡ് സെഡ് മെൻഷൻ ദാറ്റ് ഓറിയൻ്റ് ഈസ് യൂറോപ്സ് കോൺട്രാസ്റ്റിംഗ് ഇമേജ്, ഐഡിയ ആൻഡ് പേഴ്സണാലിറ്റി ആൻഡ് എക്സ്പീരിയൻസ്. എഡ്വാർഡ് സെഡ് പറയുന്നത് ഓറിയൻറ്റിനെ പിക്ചറൈസ് ചെയ്തത്
യൂറോപ്പിൻ്റെ കോൺട്രാസ്റ്റിംഗ് ഇമേജാണ്, യൂറോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇമേജാണ്, ഐഡിയ ആണ്, പേഴ്സണാലിറ്റിയാണ്, എക്സ്പീരിയൻസ് ആണ് എന്നൊക്കെയാണ്. ദിസ് മീൻസ് ദാറ്റ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ യൂറോപ്യൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് കോൺട്രാസ്റ്റ് ടു ദ ഈസ്റ്റ്. അതായത് നമ്മുടെ എഡ്വാർഡ് സെഡ് പറയുന്നത് ഒരു യൂറോപ്യൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് കോൺട്രാസ്റ്റ് വിത്ത് ഈസ്റ്റ് ആണ്. ഈസ്റ്റുമായിട്ട് ഒരു കോൺട്രാസ്റ്റ് ചെയ്യുമ്പോഴാണ്, അതിനെ താരതമ്യം ചെയ്യുമ്പോഴാണ് ആർക്ക് ഐഡൻറ്റിറ്റി കിട്ടുന്നത്? യൂറോപ്പിന്. എന്ന് പറഞ്ഞാൽ ബാർബറിക്കാണ് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളോട് പറയുന്നു യൂറോപ്യൻസ് സിവിലൈസ്ഡ് ആണെന്ന്. അപ്പോൾ ഈ ഓറിയൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ ആർക്ക് മീനിങ് ഉള്ളൂ എന്നാണ്, യൂറോപ്യൻസിന് മീനിങ് ഉള്ളൂ എന്നാണ് പറയുന്നത്. ഹെൻസ് ദ ഡീകൺസ്ട്രക്റ്റീവ് റീഡിംഗ് ദാറ്റ് ഓറിയൻറ്റ് ഈസ് ഇൻ്റഗ്രൽ ടു ദ ഫോർമേഷൻ ഓഫ് യൂറോപ്യൻ ഐഡൻറ്റിറ്റീസ് റിവീൽ. അതുകൊണ്ട് തന്നെ എഡ്വാർഡ് സെഡ് പറയുന്നത് നമുക്കൊരു ഡീകൺസ്ട്രക്റ്റീവ് റീഡിംഗ് നടത്താം. ഓറിയൻറ്റ് ഈസ് വെരി ഇൻ്റഗ്രൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടി? ഫോർ ദ ഫോർമേഷൻ ഓഫ് യൂറോപ്യൻ ഐഡൻറ്റിറ്റി. അല്ല, യൂറോപ്യൻ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ ആരാവശ്യമാണ്? ഈസ്റ്റ് ആവശ്യമാണ്. അത് ഞാനില്ലെങ്കിൽ നീ എന്ന് പറഞ്ഞ പോലെ അവിടെ യൂറോപ്പ് ഉണ്ടാകണമെങ്കിൽ ആര് വേണം? അവിടെ ഈസ്റ്റ് വേണം. യൂറോപ്പ് പ്രൊജക്റ്റ് a static and undeveloped Eastern culture which is contrary to the Western culture that is progressive and developed. അവർ പ്രൊജക്റ്റ് ചെയ്തത് ഒരു സ്റ്റാറ്റിക് ആയിട്ട്, അതായത് മാറ്റങ്ങളില്ലാത്ത അൺഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഈസ്റ്റേൺ കൾച്ചറാണെന്നും അത് കോൺട്രറി ആണ്. വെസ്റ്റേൺ കൾച്ചർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് ആണെന്നും ഡെവലപ്ഡ് ആണെന്നും പറയാണ്. പിന്നെ നേരത്തെ എൻ്റെ റെക്കോർഡ് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായില്ല, ഒന്നൊരു പറയാം, അതായത് സ്പീഡ് കൂട്ടുന്നത്. The introduction of reforms and laws and educational political reform are outcome of the belief that native culture would not be able to interfere or change them, thereby the portion of the West would be consolidated. അതായത് നിയമങ്ങളാകട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ എന്ത് ചെയ്യാണ്? ശരിക്കും മാറ്റങ്ങൾ വരുത്താണ്. അതായത് നാറ്റീവ് കൾച്ചറിന് ഇത് പറ്റാത്തത് കൊണ്ട് അവർ മാറ്റി വെസ്റ്റേൺ കൾച്ചറിൻ്റെ രൂപത്തിലാക്കി തീർത്തതാണെന്ന് വരുത്തി തീർത്താണ്. In turn, this is also asserted that native culture could be studied as well as transformed and controlled. അവർ പറയുന്നത് നാറ്റീവ് കൾച്ചർ പഠിക്കുക, അതിനെ മാറ്റങ്ങൾ വരുത്തുക, കൺട്രോൾ ചെയ്യണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ ഇതിൽ